ഹായ് മകളെ, ഈ വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എല്ലാ SSLC ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. SSLCയിലെ മാത്തമാറ്റിക്സ് പല കുട്ടികൾക്കും ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്, പഠിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ പേടി ഒരിക്കലും അവർക്ക് കുറയാറില്ല. അതിന് ചെറിയൊരു സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വരാൻ പോകുന്ന ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജിനനുസരിച്ച് നിങ്ങൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാത്സിൽ ഫുൾ A+ നേടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നതാണ്. അതിനുള്ള എല്ലാ ഫ്രീ ക്ലാസ്സുകളും നമ്മുടെ Xylem SSLC എന്ന യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഫ്രീ ആയിട്ടുള്ള എല്ലാ നോട്ട്സുകളും കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു QR കോഡ് കാണാൻ പറ്റും, അത് സ്കാൻ ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാം. 5 ചാപ്റ്റേഴ്സ് ആണ് മൊത്തം നിങ്ങൾക്ക് മാത്സിൽ പഠിക്കാനുള്ളത്. 13 ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഓണം എക്സാമിന് 5 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ, രണ്ടാമത്തെ, 3, 4, 5 ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട 2 ചാപ്റ്ററുകൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ ആണ്. കാരണം അത് കണക്റ്റഡ് ആണ്. അരിത്മെറ്റിക് സീക്വൻസ് അതോടൊപ്പം തന്നെ അതിന്റെ ഓൾജിബ്ര എന്ന് പറഞ്ഞ 2 ടോപ്പിക് കൂടി ആയിട്ട് കഴിഞ്ഞ വർഷം വന്നത് ഏകദേശം 36 മാർക്കിന് ചോദ്യമാണ്. 80ൽ 36. ഒരു കുട്ടിക്ക് B ഗ്രേഡ് വരെ എത്താൻ പറ്റുന്ന അല്ലെങ്കിൽ C+ വരെ എത്താൻ പറ്റുന്നതിന് ഈ 2 ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി. കൂടാതെ തന്നെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് ഏകദേശം 22ഓളം മാർക്കിന് വരുന്നുണ്ട്. അതിലൊരു 10 മാർക്കോളം നിങ്ങൾക്ക് വരക്കാനുള്ള ചോദ്യങ്ങളായിരിക്കും. അത് ഉറപ്പായിട്ടും ഇവർ വരക്കാനുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതമാണ്. ഏകദേശം 14 മാർക്കിനാണ് ഇതിൽ ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ ആണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ 2ാം ഡിഗ്രി സമവാക്യങ്ങൾ എന്ന് പറയുന്നത്. 8 മാർക്കിനാണ് അതിൽ ചോദ്യങ്ങൾ വരുന്നത്. അതായത് 10% മാർക്കിന് ചോദ്യങ്ങൾ അതിൽ വരുന്നുണ്ട്. സോ എല്ലാവരും എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിവരം മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 1, 3, പിന്നെ 2, പിന്നെ 4, പിന്നെ 5. ആ രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ. എല്ലാ ചാപ്റ്ററും ഫുൾ ചാപ്റ്റർ റിവിഷൻ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും വരാൻ പറയുക. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ദിസ് ഈസ് മീ ഷാദിർ ലേണിംഗ്. ബൈ.